ഹലോ എവ്രിവൺ, മുഫീദ, യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. നമ്മളുടെ ലൈഫ് എന്ന ജേണിയിലെ നമ്മൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉയർച്ച താഴ്ചകളിലെ നമുക്ക് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ ഏത് അവസ്ഥ ലൈഫിൽ വന്നു കഴിഞ്ഞാലും അതിനെ ഫേസ് ചെയ്യാൻ പാകത്തില് നമ്മളെ പാകപ്പെടുത്താനും നമ്മളെ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തില് നമ്മളിലുള്ള എല്ലാ വേർഷൻസ്, അതായത് നമ്മൾ എന്ന ട്രൂ പൊട്ടൻഷ്യൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ലൈഫിനെ ആക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കാനും വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു സക്സസ് ആയ ആളൊരു പിന്നിലും ഉണ്ടാവും ഒരു കോച്ച്, ഒരു ട്രെയിനർ എന്നുള്ളത്. നമ്മളുടെ ലൈഫിലും അതിന്റെ ഇമ്പോർട്ടൻസ് എന്തിനാ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചില സമയങ്ങൾ ലൈഫിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളില് നമ്മൾ വിചാരിക്കും ഇതാണ് ജീവിതം. അതിനെ നമ്മൾ ജീവിതത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആ ആ ഒരു ഇഷ്യൂസിനെ വെച്ചായിരിക്കും. ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ലൈഫിനെ നോക്കി കാണുകയാണെങ്കിൽ ആ പ്രശ്നമായിരിക്കും നമുക്ക് ലൈഫ്, അതായിരിക്കും ഏറ്റവും വലിയ ഇഷ്യൂ. അതായത് നമ്മളവിടെ സ്റ്റോപ്പബിൾ ആണ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക നമ്മുടെ ലൈഫ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വരെ നമ്മൾ തയ്യാറായിരിക്കും എന്നുള്ളതാണ്. ആ ഒരു ഇഷ്യൂവിനെ നമുക്ക് ആ ഇഷ്യൂവിന്റെ ഉള്ളിൽ ഇരുന്ന് നോക്കുമ്പോൾ അതായിരിക്കും വലിയ പ്രശ്നം, ലൈഫ് തന്നെ ആ പ്രശ്നമായിട്ട് മാറും എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ ആ പ്രശ്നത്തിന്റെ പുറത്ത് നിന്ന് അതിനെ നോക്കി കാണുകയാണെങ്കിൽ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മുട്ടുസൂചിന്റെ അത്ര പോലും വലുപ്പം ഉണ്ടാവില്ല. അതായത് ഒരിക്കലും നമ്മളെ ഔട്ട് ഓഫ് കൺട്രോളുള്ള കാര്യം പോലും ആയിരിക്കും അത്. പക്ഷെ ആ സമയത്ത് നമ്മൾക്ക് അത് കൺട്രോൾ ചെയ്യാനോ അതിനായിട്ടുള്ള ഒരു പ്രത്യേക ഡിസിഷൻ എടുക്കാനൊന്നും നമുക്ക് സാധിക്കൂല. കാരണം നമ്മൾ ആ പ്രശ്നത്തിൽ ചുരുങ്ങി പോയിട്ടുണ്ടാവും. അപ്പോ അതിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തിറങ്ങി ലൈഫിനെ നോക്കി കാണുമ്പോൾ നമുക്ക് ലൈഫിനെ കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട്. എപ്പോഴും അങ്ങനെയാണ്, നമ്മളെ ലൈഫിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. പക്ഷെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിനെ ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു മനക്കരുത്ത് നമുക്ക് ഉണ്ടെങ്കിലാണ് ലൈഫിൽ നമുക്ക് ഏത് കാര്യത്തിലും മൂവ് ഓൺ ചെയ്യാനും നമുക്ക് സെൽഫിനോട് കോൺഫിഡൻസ് ആയിട്ട് ലൈഫിന്റെ ഡിഫൈനിങ്ങും അതുപോലെ തന്നെ ലൈഫിനെ നോക്കി കാണേണ്ട രീതിയൊക്കെ നമുക്ക് എപ്പോഴും ഇപ്പോ ഏത് ലൈഫിലേക്കാണ് നമുക്ക് ലീഡ് ചെയ്യേണ്ടത്, എത്തരത്തിലുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ, നമ്മളിപ്പോ ഒരു കാര്യം ചെയ്ത് അപ്പൊ തന്നെ റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അവർക്ക് നല്ല മനക്കരുത്തും ആവശ്യമാണ്, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ആവശ്യമാണ്, പേഷ്യൻസ് അത്യാവശ്യമാണ്. അങ്ങനെ ഈ ജേർണിക്ക് ആവശ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ കീപ്പ് ഓൺ ചെയ്ത് നമ്മൾ അതില് വർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ജേർണിയിൽ നമ്മൾ ആഗ്രഹിച്ച ആ പൊസിഷനിലേക്ക് എത്തുക. അതുവരെ നമുക്ക് സ്ട്രഗിളിങ്ങോ അല്ലെങ്കിൽ ആ സ്ട്രഗിളിങ്ങിൽ പോലും നമ്മൾ കണ്ടെത്താൻ പറ്റുന്ന, അതായത് അതിലും ഒരു ബ്ലെസ്സിങ്സ് കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് നമുക്ക് ആവശ്യം. നമ്മളുടെ ലൈഫില് ഇത്തരത്തിലുള്ള ഒരു കോച്ച്, ഒരു മെന്റർ ഉണ്ടെങ്കിൽ, നമ്മളൊരു മെന്റൽ സപ്പോർട്ട്, നമ്മൾ തളർന്നു പോകുമ്പോൾ എഴുന്നേൽപ്പിക്കാന്, അതുപോലെ തന്നെ ലൈഫിൽ പ്രയാസ പ്രതിസന്ധികൾ വരുമ്പോൾ അതിന് സൊല്യൂഷൻസ് തരാനും ഒരു കോച്ച് നമ്മളെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോ എന്നെ കണക്ട് ചെയ്യുന്ന ആളുകൾ ആദ്യം പറയല് അവരുടെ പ്രശ്നങ്ങളും ഇഷ്യൂസ് ആണ്. ഒരു കോച്ച് എന്ന നിലയിൽ ആസ് എ ലിസണർ ആദ്യം ഫസ്റ്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾ കേൾക്കും, അതുപോലെ നിങ്ങളുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും, നമ്മൾ കേട്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ സത്യത്തില് നമ്മൾക്ക് കേട്ടിരിക്കാനും വേണം ഒരാൾ. അത് വിചാരിച്ചിട്ട് നമ്മള് നമ്മളെ ചുറ്റുള്ള ആളുകളോട് ആളുകളോടെല്ലാം നമ്മളുടെ ഇഷ്യൂസ് ചെന്ന് പറയാ, അത് നമ്മളെ ഭാരം ഇറക്കി വെക്കുന്നതിന് ഒരു ഭാഗമാണെന്ന് വിചാരിക്കണ്ട. നമ്മള് എന്തെങ്കിലും ഉപദേശം തേടുകയോ അല്ലെങ്കിൽ നമ്മളെ ലൈഫിന്റെ ഒരു അഡ്വൈസിന് വേണ്ടിയിട്ടോ മറ്റൊരാളെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ ഹൈ വൈബ്രേഷൻ ഉള്ള ഒരാളെ മാത്രം നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ സറൗണ്ടിങ്സിലുള്ള വ്യക്തികളോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളോട് തന്നെയാണ് നിങ്ങളുടെ ഇഷ്യൂസ് പറയുന്നതെങ്കിൽ അവരൊരിക്കലും നിങ്ങളെ, അതായത് നിങ്ങളുടെ ആ വൈബ്രേഷനിൽ നിന്ന് നിങ്ങളിപ്പോ എലവേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കോമൺ പീപ്പിളിൽ നിന്ന് ഒന്ന് ഓരോ വൈബ്രേഷൻ കുറച്ച് കൂടുതലായിരിക്കും. അതായത് എലവേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവയർനെസ് ആണ്. ഇത്തരത്തിലുള്ള അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് ലൈഫിനെ കുറിച്ച് ഒരു ധാരണ തന്നെ ഉണ്ടാവും. അതായത് ലൈഫിനെ കുറിച്ച് ഇപ്പോഴും പരാതിയും പരിഭവങ്ങളും പറഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർ ലോ വൈബ്രേഷനിലുള്ള ആളുകളാണ്, കോമൺ ആയിട്ടുള്ള ആളുകളാണെന്നുള്ളത്. അപ്പൊ നമ്മൾ എല്ലാവരിൽ നിന്നും ഒന്ന് അൺകോമൺ ആവണം. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരു സ്മാർട്ട് വർക്കോട് കൂടി നേടിയെടുക്കാനും, നമ്മൾ പറയല്ലോ 2 വർഷം നേടിയെടുക്കേണ്ട കാര്യം നമ്മൾ 2 വർഷം എടുത്ത് നേടിയെടുക്കേണ്ട കാര്യം അതിനേക്കാൾ പെട്ടെന്ന് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഗൈഡൻസ് നിങ്ങൾ അന്വേഷിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരാണ് കോച്ചിങ്ങും അതുപോലെ മെന്ററിങ് എന്ന പൊസിഷനിങ് ഒക്കെ
സെലക്ട് ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മൾ എന്ന പൊസിഷനിങ് കറക്റ്റ് ആവുമ്പോഴാണ് നമ്മളുടെ ലൈഫിന്റെ ആ ഫ്ലോ കിട്ടിക്കൊണ്ട് ഓരോ നിമിഷവും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരുന്നു കൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമ്മളെ ലൈഫിനെ നോക്കി കാണാൻ പറ്റുള്ളൂ. അത് ആ ജേണി അത്ര എളുപ്പമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നിൽ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം അത്യാവശ്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് കരിയർ ബിൽഡ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ഏത് ഏരിയ എന്താ കരിയർ ആയിക്കോട്ടെ, ഏത് റിലേഷൻഷിപ്പിലും ഏത് ഫാമിലി ഏതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് സ്വയം കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ ഹൈ വൈബ്രേഷനിലുള്ള ആളുകളെ നമ്മൾ കണക്ട് ചെയ്യുക. ഐ മീൻ നമ്മൾക്ക് ഉപദേശം തേടേണ്ടി വരും. നമ്മളെ ജീവിതത്തിന്റെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനോടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ ഇന്ന വ്യക്തിനോട് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ആ കേട്ടിരിക്കുന്ന വ്യക്തിക്കപ്പുറം ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ ഒരു നമുക്ക് ആ ഒരു ഗൈഡൻസ് ക്ലാരിറ്റി കിട്ടുന്ന ആളുകളോട് നിങ്ങൾ ഉപദേശം തേടാൻ ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ആഗ്രഹം ചെന്നാണോ പറഞ്ഞിട്ടുള്ളത് അത് അവരുടെ വൈബ്രേഷനിൽ എത്തിയിട്ടില്ല, അതായത് ആ ഒരു വൈബ്രേഷനിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചവർ താഴേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മള് BMW എടുക്കാൻ പോകുന്ന ഒരു ആളിനോട് എന്താ മാരുതി കാർ എടുത്ത ആളുകളോട് ഉപദേശം തേടി അങ്ങനെ ഇരിക്കും, അവരതിനങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങള്, വലിയ വലിയ ആഗ്രഹങ്ങള് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് എത്തരത്തിലുള്ള ആളുകളോട് ഷെയർ ചെയ്യുന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ലൈഫില് ഒരു എന്താ കോച്ചിങ്ങിലോ അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ഡെവലപ്മെന്റ്, സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ സെൽഫിനൊന്ന് അറിയണം. സെൽഫിനെ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ അറിയണം. നമ്മളെ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ സൃഷ്ടാവിനെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അങ്ങനെ സെൽഫിനെ അറിഞ്ഞവരൊക്കെ അതിന്റെ എൻഡ് എന്ന് പറയുന്ന സൃഷ്ടാവിനെ അറിഞ്ഞവരെ മാത്രമാണ്. സെൽഫിനെ അറിയാത്തവർ ഒരിക്കലും സൃഷ്ടാവിനെ അറിയുകയില്ല. സൃഷ്ടാവിനെ അറിയാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തവരൊക്കെ അവർ തിരിഞ്ഞോടുക ചെയ്യുന്നത്. കാരണം അവർക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മളെ സ്വയത്തെ തിരിച്ചറിയാൻ ശ്രമിക്കാം. അതിനൊരു സ്റ്റാർട്ടിങ്, അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയാല് അവിടെ മൊത്തം നമുക്ക് ദൈവികത ഫീൽ ചെയ്യും ചെയ്യും. അത് നമുക്ക് അത് നമ്മളെ ലൈഫിൽ കാണാനും പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ലൈഫിലെ ഒരു കോച്ചിങ്ങിന്റെ ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ ഒരു മെന്ററിങ്ങിന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാല് നമ്മളെ തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിപ്പോ ഏത് പൊസിഷൻ ചെയ്യുന്ന ആളുകൾ, ഏത് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും, ഏത് കാറ്റഗറി ആണെങ്കിലും, ഇത് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഹ്യൂമൺ ആണോ അവർക്ക് എലവേറ്റ് അത്യാവശ്യമാണ്, അപ്ഡേറ്റ് അത്യാവശ്യമാണ്. നമ്മളുടെ സെൽഫിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ന്യൂജൻ കുട്ടികളൊക്കെ ആയതുകൊണ്ട് അവരെ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് പഠിക്കുക തന്നെ വേണം. അതല്ലാതെ നമ്മളെ പാറ്റേണിലൂടെ, അപ്പം ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളെ പാരന്റ്സ് നമ്മളെ വാർത്തെടുക്കുന്ന അവരുടെ ജനറേഷൻ അല്ല ഒരിക്കലും നമ്മളിത്. അപ്പൊ എൻ്റയർലി ഡിഫറെന്റ് ആവും അവർ പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ആ ഒരു ബന്ധം, അതായത് പാരന്റ്സ് മക്കള് എന്നുള്ള ഒരു ആ പ്രശ്നത്തിൽ വിള്ളലുകൾ വരാൻ കാരണം രണ്ട് ജനറേഷൻ എൻ്റയർലി ഡിഫറെന്റ് ആണ്. പാരന്റ്സ് ചിന്തിക്കുന്ന രീതിയിലല്ല ഇന്നത്തെ കാലത്തെ മക്കൾ ചിന്തിക്കുന്നത്. അത് രണ്ടും ഡിഫറെന്റ് ആയതുകൊണ്ടാണ് അവിടെ ആ കമ്മ്യൂണിക്കേഷൻ ഒരു ലവ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റാതെ. കാരണം എവിടെ ചോദിച്ചു കഴിഞ്ഞാലും മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യുന്ന ആളുകളും അവരുടെ ആദ്യത്തെ ഇഷ്യൂ എന്താന്ന് വെച്ചാല് മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, പഠിക്കുന്നില്ല, കോൺസെൻട്രേറ്റ് കിട്ടുന്നില്ല, ഇങ്ങനത്തെ ഇഷ്യൂസ് ആയിട്ട് വരുന്നത് കൊണ്ട് അവര് ചെയ്യുന്നത് എന്താ വെച്ചാല്, ആ പാരന്റ് എന്താ ചെയ്യുന്നത് വെച്ചാല് അവരാഗ്രഹിക്കുന്ന രീതിയിൽ മക്കളെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എങ്ങനെയാ അവരാഗ്രഹിക്കുന്ന മക്കള് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവരുടെ മകളാവണം, ഇന്ന രീതിയിൽ പഠിക്കണം, ഈ രീതി ഫോളോ ചെയ്യണം. ആ പാരന്റ്സിന്റെ പാഷനാണ് മക്കളെ പാഷനാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ പാരന്റ്സിന് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തത് മക്കളെ കൊണ്ട് ഫുൾഫിൽ ചെയ്യിപ്പിക്കാനൊക്കെയാണ് പാരന്റ്സ് നോക്കുന്നത്. അതിനു പകരം മക്കളെ അവരുടെ പാത്തിലേക്ക് വിടണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു പാഷൻ കണ്ടെത്താനും അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കാനും പാരന്റ്സ്, അതായത് അത് അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്തെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ അവരെന്നെ സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനും എല്ലാത്തിനും അവർക്ക് ആ മെച്യൂരിറ്റി അവർ ഫീൽ ചെയ്യിപ്പിക്കും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട എന്താ ഫാമിലിയിലുള്ള മറ്റു വ്യക്തികളുമായിട്ട് ആ ഒരു കണക്ഷന് കിട്ടാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ജനറേഷനും ഗ്യാപ്പ് ചെയ്ത് അത് ബാലൻസ് ചെയ്തുകൊണ്ട് അവിടെ ആ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പോ ഫ്ലറിഷ് ചെയ്യാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാല് രണ്ടും ഡിഫറെന്റ് ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ പാരന്റ്സ് മക്കളോട് പെരുമാറണം. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരിക ചെയ്യാം. കാരണം പറഞ്ഞാൽ ഒട്ടും കേൾക്കുന്നില്ല, ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു പറഞ്ഞിട്ടുള്ള പാരന്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ ജനറേഷനിലുള്ള കാര്യങ്ങൾ അവര്
നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാരന്റ്സ് ഇങ്ങനെ പൊതുവെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് പറയും. ഇപ്പൊ ഇന്നലെ വരെ എന്നെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡന്റ് പറഞ്ഞിട്ടുള്ളതാണ്, വീട്ടിലിരിക്കാൻ ഒരു താല്പര്യമില്ല, എവിടേക്കെങ്കിലും ഇറങ്ങി ഓടി പോയാൽ മതി എന്നുള്ള ഒരു തോന്നലാണ്. കാരണം എന്താന്ന് വെച്ചാല് എല്ലാ സമയത്തും ആ കുട്ടിയുടെ പാരന്റ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, എന്റെ കാലത്തൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ ഈ രീതിയിലാണ് വളർന്നത്, ഞങ്ങൾ എത്ര കഷ്ടപ്പാടിലൊക്കെയാണ് ജീവിച്ചത്, നിനക്കൊക്കെ ഇപ്പൊ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇത് ഈ കുട്ടീനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേ ഇരിക്കുക. ആ കുട്ടീനെ ഭയങ്കര, അതായത് ഈ കുട്ടി ജീവിക്കുന്നത് ഈ ജനറേഷനാണ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഈ ലോകത്ത് നിന്ന് പാരന്റ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പാസ്റ്റിലുള്ള അവര് അനുഭവിച്ച കഷ്ടങ്ങളും കഷ്ടതകളും ഇതെല്ലാം ഈ കുട്ടിയില് ഇങ്ങനെയാവണം ഇങ്ങനെയാവണം. കാരണം അവരൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടീനെ, അതായത് ചിലപ്പെങ്കിൽ നമ്മളെ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടീനെ അല്ലെങ്കിൽ അയൽവാസിയത്തെ ഏതെങ്കിലും കുട്ടീനൊക്കെ അവരെ നോക്കി പഠിക്കുക, അവരങ്ങനെ, അപ്പൊ അവരിലുള്ള ഒരു നന്മ ഇവർ കണ്ടെത്തിക്കൊണ്ട് അവരെ പോലെ പഠിക്കുക, ഇവരെ പോലെ. പക്ഷെ ഈ കുട്ടിക്ക് ഒരു സ്പേസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പാരന്റ്സിനെയും കുറ്റപ്പെടുത്താൻ പറ്റൂല, ഈ മക്കളെയും കുറ്റപ്പെടുത്താൻ പറ്റൂല. കാരണം അവര് ആ ഒരു പാത്ത് പഠിച്ചിട്ടില്ല. അപ്പൊ അതിപ്പോ പറഞ്ഞ പോലെ ഇന്നത്തെ കുട്ടികളെ ട്രീറ്റ് ചെയ്യാണ് മക്കള്, പാരന്റ്സ് പ്രത്യേകിച്ച് ഒരു ക്ലാസ്സിനോ അല്ലെങ്കിൽ പാരന്റ്സ് പ്രത്യേകിച്ച് ഒരു കോച്ചിങ് എടുക്കൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇപ്പൊ ഒരു കുട്ടി നമ്മളെ ഒരു സ്റ്റുഡൻസിന്, അതായത് കിഡ്സ് ആൻഡ് ടീനേജേഴ്സിന് നമ്മൾ പ്രത്യേക സെഷൻസ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവര് നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ പറയുന്നത് ഇത് വേണ്ടത് എന്റെ ഉമ്മാക്കാണ്, കാരണം ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വേണ്ടത് എന്റെ ഉപ്പാക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ പാരന്റ്സിനെ കാണുമ്പോൾ പാരന്റ്സ് പറയും എന്റെ മക്കളൊന്നും ശരിയാക്കി തരും, എന്റെ മക്കളാണ് ഇപ്പോ ഇഷ്യൂ ഉള്ളത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തു പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, ബാലൻസ് ചെയ്തു പോകാൻ പറ്റാത്തത് രണ്ടുപേരും രണ്ട് ജനറേഷനിലാണ് ജീവിച്ചിട്ടുള്ളത്. ആ പാരന്റ്സിന് കിട്ടിയിട്ടുള്ള എന്താ അനുഭവങ്ങളോ സാഹചര്യങ്ങളോ അല്ല ഇന്നത്തെ കാലത്തെ മക്കൾക്ക് കിട്ടിയിട്ടുള്ളത്. അവര് സൗകര്യങ്ങളുള്ള ഈ ടെക്നോളജി വളർന്നു വന്നിട്ടുള്ള ഈ കാലഘട്ടത്താണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് പാരന്റ്സിന്റെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ജീവിച്ചത്, എന്റെ സാഹചര്യം എങ്ങനെയായിരുന്നു, നിനക്കൊക്കെ ഇപ്പൊ എന്തൊരു സുഖമാണ്, എന്നിട്ടും നീ ഈ ഒരു അവസ്ഥയിലായാൽ പോലും ഈ ഒരു കുട്ടികളിലുള്ള എന്താണോ, അതായത് അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥേനെ ഇങ്ങനെ വീണ്ടും 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 അത് അപ്പൊ ഈ കുട്ടികളെ മനസ്സിലെന്താ, ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഈ സമൂഹം ഇങ്ങനെയാണ്, ഇത് ഇവരുടെ ഉള്ളിലും ഒരു ഒരു ഫിയർ, ഒരു കോംപ്ലക്സ് ഉണ്ടാക്കാൻ കാരണമാവും എന്നുള്ളതാണ്. കാരണം ഈ കുട്ടികൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പാരന്റ്സിന്റെ അടുത്ത് സ്നേഹം സംഭവം പാരന്റ്സ് നല്ല രീതിയിൽ അവർക്ക് നല്ലതിനായിരിക്കും വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് അവിടെ ആ സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റാതെ ഇവരിങ്ങനെ പാരന്റ്സിനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ റിലേഷൻഷിപ്പ് അവിടെ ഇങ്ങനെ വിച്ഛേദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഒന്നിലൊരു വാല്യൂ തോന്നാതെ, പിന്നെ ഫോണിൽ അഡിക്റ്റ് ആയ കുട്ടികള്, അതുപോലെ റീൽസ് നന്നായിട്ട് സ്ക്രോൾ ചെയ്യുന്ന കുട്ടികളൊക്കെ, അവർക്കൊന്നും കോൺസെൻട്രേഷനും ഇല്ല, എന്ത് കാര്യത്തിലേക്ക് ഫോക്കസ് കിട്ടുന്നില്ല, എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പാരന്റ്സിനെ സ്വമേധയാ അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോ ഏത് ഏജ് ഗ്രൂപ്പിനാണ് ഇത്തരത്തിലുള്ള കോച്ചിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ എന്ന് ചോദിച്ചാൽ, മനുഷ്യനാണോ അവർക്ക് ഈ ഇത്തരത്തിലുള്ള കോച്ചിങ് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ്. കാരണം കോച്ചിങ് ചെയ്യാത്തൊരു വ്യക്തിയും കോച്ചിങ്ങില് അതായത് നമ്മൾ അത്തരത്തിലുള്ള സെൽഫ് അപ്ഡേറ്റഡ് ആയ സെൽഫ് ആക്ച്വലൈസ് ചെയ്യാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് ഔട്ട്ഡേറ്റഡ് ആവും. അതുപോലെ തന്നെ അവർക്ക് ലൈഫിനെ നോക്കി കാണുന്നത്, ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് നമ്മളെ ലൈഫിനെ ഷിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മളെ ചിന്തകൾ എന്താണോ അതിനനുസരിച്ച് നമുക്ക് നമ്മളെ ലൈഫിനെ ലീഡ് ചെയ്യുക. അതുപോലെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമുക്ക് ജീവിക്കാം. ഈ മൊമെന്റിലേക്ക് നമുക്ക് ആസ്വദിച്ച് ഗ്രേറ്റ്ഫുൾ ആയി ജീവിക്കാൻ നമുക്ക് പറ്റും എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 24 ഹവറും ഹാപ്പി ആയിട്ട് ഒരു വ്യക്തിക്ക് ഇരിക്കാൻ പറ്റും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാത്താണ് സ്വീകരിക്കണം. അതെങ്ങനെയാണ് അതിന്റെ സീക്രട്ട് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ബേസ് ചെയ്ത് വരുന്ന ആളുകള് അവർക്ക് സ്വന്തം സ്വമേധയായി മനസ്സിനെ കൺട്രോൾ ചെയ്യും, മാനസിക തലത്തിൽ അവർ പിരിമുറുക്കം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഞാൻ പറഞ്ഞ പോലെ അസുഖങ്ങൾക്ക് നമ്മൾ അതിന് വേണ്ടി ഏത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമ്മൾ അതിനെ നോക്കിക്കാണാം, ഏത് ഡോക്ടർ വേണമെങ്കിലും കാണിക്കോ, നമ്മൾക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഏത് ചികിത്സയും നടത്തും, എത്ര വില കൂടിയ ടെസ്റ്റുകളും അതിനു വേണ്ടി നടത്തും. പക്ഷെ മനസ്സിന്റെ തലത്തിൽ വരുമ്പോ നമ്മൾ ഒരിക്കലും അതിനത്ര വാല്യൂ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ സെൽഫിന്റെ കേസ് വരുമ്പോൾ നമ്മൾ അതിനത്ര വാല്യൂ കൊടുക്കുന്നില്ല. വീട്ടിലുള്ള എല്ലാരും പരിഗണിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മളെ പരിഗണിക്കാറ്. ഇപ്പൊ ഇതില്
പാരന്റ്സ് ആയ ആളുകൾ ഉണ്ടാവും. അപ്പൊ ഓല് ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ നിങ്ങൾക്ക് പരിഗണന കൊടുക്കാതെയാണ് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ പരിഗണന കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സമയം കഴിഞ്ഞാൽ അതൊരു പ്രയാസമായിരിക്കും, അതൊരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊക്കെ അറിയാം, നമ്മളെ മക്കളെ നോക്കുന്നതിൽ നമ്മൾ അതായത് കുറ്റപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ മൊമെന്റിന് അല്ലെങ്കിൽ ആ സമയത്തെ നമ്മളിങ്ങനെ പഴി ചാരുന്നുണ്ട്, നമ്മൾ ആ രീതിയിലാണ് നമ്മളെ മക്കളെ നോക്കുന്നതെങ്കിൽ അതിനൊരു ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാ. അതായത് കുറ്റപ്പെടുത്തിയിട്ടും പരിഭവിച്ചിട്ടും അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ അതില് നമുക്കൊരു സന്തോഷത്തോടെ അതില് ഒന്നും കിട്ടില്ല. നമുക്കിപ്പോ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷേക്കാരം. ഒരു കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ആ കുട്ടി വളർന്നു വരുമ്പോൾ ഒരു പൊസിഷനിൽ നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ ഉള്ള പ്രയാസങ്ങൾ ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പല ആളുകളും പറയുന്നത് എന്താ, കുട്ടി വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനെ ആയി, അല്ലെങ്കിൽ എന്താ എനിക്കൊരു ഫ്രീഡം കിട്ടുന്നില്ല, എനിക്ക് ടൈം കിട്ടുന്നില്ല, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ നിരന്തരം അത് ഒരു ഒരു വീട്ടിലൊരു കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഗോഡ് തന്നൊരു ഗിഫ്റ്റ് ആണ്. ആ ഗിഫ്റ്റിനെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളതാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് പരിപാലിക്കുക എന്നുള്ളതാണ് നമ്മളെ റോള് എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ എന്താ നമ്മൾ പറയല്ലോ, ബാക്കിയുള്ളതൊക്കെ ബോണസ് ആണ്. ഐ മീൻ എന്താ, അവരെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യണം, ഇന്ന രീതിയിൽ പഠിക്കണം, ഈ കുട്ടി ഇന്നത് പഠിക്കണം എന്നൊക്കെ പാരന്റ്സ് എല്ലാം അവിടെ ഡിസിഷൻ എടുക്കേണ്ടത്. ആദ്യം നമ്മളെ കുട്ടികളെ ഒന്ന് വളരാൻ, അതായത് അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യേണ്ടത്. അവർക്ക് നിലനിൽക്കാൻ വേണ്ടി ഒരു സ്പേസ് ആണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിനു പകരം അവർക്ക് അവരുടെ ഉള്ളിൽ ഫിയറും അതുപോലെ ഇൻസെക്യൂരിറ്റീസും ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള വാക്കുകൾ, വേർഡ്സുകൾ നമ്മൾ പാരന്റ്സ് ഉപയോഗിക്കാറുണ്ടാവും. അതായത് ഞാനൊക്കെ ജീവിച്ച ഈ രീതിയിലാണ്, നിനക്കൊക്കെ ഇപ്പൊ എന്തെല്ലാം സൗകര്യങ്ങളാണ്, നീ ഇങ്ങനെ ആയി, നിന്നെ കൊണ്ട് ഞാൻ നമ്മൾ എന്തിലും കമ്പയർ ചെയ്യും നമ്മളെ പാരന്റ്സിന്റെ ആ ഒരു ലൈഫും എന്താ ഇപ്പൊ നമ്മളെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലൈഫും വെച്ചിട്ട്. അതായത് അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം അവരുടെ വേറെ ജനറേഷനാണ്, നമ്മളത് വേറെ ജനറേഷനാണ്. അതൊക്കെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വരും തോറും സൗകര്യങ്ങളും എല്ലാതും വർദ്ധിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, അതുപോലെ തന്നെ എളുപ്പവും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ എന്താ നമ്മളെ ലൈഫിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ പാരന്റ്സ് ആഗ്രഹിക്കുന്ന രീതിയിൽ മക്കളെ വളർത്താനോ ട്രൈ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ നല്ല രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റൂല. കാരണം അവിടെ വിള്ളലുകൾ ഉണ്ടാവും. കാരണം നമ്മൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയത് ഞാനിത് ചില പാരന്റ്സ് പറയും, ഞാനിത് നല്ല രീതിയിൽ ചെയ്യാം, അവൾക്ക് നല്ല രീതിയിൽ നല്ലത് വരുത്താനാണ് ഞാൻ ഇന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടാവുക. അപ്പോ കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ആ തരത്തിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കൊണ്ടാണ്. നമ്മൾക്ക് അവരെ പരിപാലിക്കാൻ പറ്റുന്നതിൽ മാക്സിമം പരിപാലിച്ച് ആ റോളാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇന്ന രീതിയിലാവണം, അവരെ കണ്ടുപഠിക്കണം, ഇവരെ കണ്ടുപഠിക്കണം എന്നുള്ള അത്തരത്തിലുള്ള റോൾസ് നമ്മൾ മക്കളിൽ എടുത്തു കഴിഞ്ഞാല് അവിടെ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തുള്ള റിയാക്ഷൻ ആയിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഇത്തരത്തിലുള്ള മക്കളെ നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ സ്വമേധയാ ഒരു ഗൈഡൻസ് വേണം. അല്ലെങ്കിൽ സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഇത് കാണുന്ന പാരന്റ്സിന് അറിയുന്നുണ്ടാവും, അവരെക്കാൾ പരിഗണന കൊടുക്കുന്നത് മക്കൾക്കായിരിക്കും. അതേപോലെ തന്നെ എന്താ, ഒരിക്കലും സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റാത്ത അല്ലെങ്കിൽ സ്വന്തം ഉള്ളിലേക്ക് നോക്കാത്ത ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോ നമ്മളെ സറൗണ്ടിങ്സിൽ തന്നെ ഉണ്ടാവും. എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യും, പക്ഷെ സ്വയത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സമയം കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാൻ പോലും സമയം കിട്ടാതെ മറ്റുള്ളവർക്ക് വേണ്ടി നെട്ടാട്ടം ഓടുന്നവരെ ഒരു സമയം സ്റ്റെക്ക് ആവുന്നത് അവർക്ക് ഇത്തരം ഇത് ഭയങ്കര ഭാരാണത്. അതൊരു പൊസിഷൻ നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു ഭാരമായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ലൈഫ് തന്നെ ഒരു ബുദ്ധിമുട്ടായി. അതിനു പകരം നമ്മളെ സ്വയത്തിലേക്കൊന്ന് നോക്കി നമ്മളുടെ ലൈഫില് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളും നമ്മളെ ആഗ്രഹങ്ങളും നമ്മളെ സ്വപ്നങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പാകത്തില്, അതായത് നമ്മളിലേക്ക് ഫസ്റ്റ് നോക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊണ്ടുത്തരണം, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇപ്പൊ നമ്മളെ മക്കളെ എന്ത് ആഗ്രഹം വന്ന് പറഞ്ഞാലും അത് എനിക്ക് ഫുൾഫിൽ ചെയ്ത് കൊടുക്കണം, ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ സെൽഫിനെ പരിഗണിക്കണം. അതിപ്പോ ഏത് ഏജിലുള്ള ആളുകളാണെങ്കിലും. ഇപ്പൊ
എന്താ എനിക്കിപ്പോ നമ്മൾ ചില ആളുകൾ പറയണതാണ്, എനിക്ക് നിങ്ങളെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ പറയണൊക്കെ എനിക്ക് മനസ്സിലാവോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിന്റെ അതിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. കാരണം ഏജ്, എനിക്ക് ഇത്ര ഏജ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവർ ഫേസ് ചെയ്യുന്ന, നമ്മൾ പേഴ്സണലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്യൂസിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നുണ്ടാവും. അത് ക്ലിയർ ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ലൈഫിന് ഒരു ആസ്വാദനം, നമുക്കറിയാം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. ആ ലൈഫിൽ നമ്മൾക്ക് എങ്ങനെ, എന്തൊക്കെ ആഗ്രഹങ്ങൾ, എന്തൊക്കെ സ്വപ്നങ്ങൾ, ഇതൊക്കെ നേടിയെടുക്കാൻ പാകത്തിൽ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി ആ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പാകത്തില് നമ്മൾ നമ്മളെ സെൽഫിലേക്ക് നോക്കി. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടാവും, നിങ്ങളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സെൽഫ് എന്ന് പറയുന്നത് ചിലപ്പോങ്കില് നമ്മൾ ഇപ്പൊ നമ്മളെ പാരന്റ്സ് നമ്മളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു റോളായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളിൽ നന്മ, അതായത് നല്ല കുട്ടി ചമ്മയ്യ എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതായത് നല്ലതാവാൻ വേണ്ടിയിട്ട് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 1 മിനിറ്റ്. അപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെൽഫ് ഒക്കെ ഉണ്ടാവും. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എത്ര കാലം നമുക്ക് ഒരു സമയം, ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് എത്ര കാലം അഭിനയിക്കാൻ പറ്റും? അതായത് എന്റെ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്ത് എന്റെ ട്രൂ പൊട്ടൻഷ്യൽ നിന്നുകൊണ്ട് ഞാൻ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. എത്ര കാലം നമുക്ക് അഭിനയിച്ച് ജീവിക്കാൻ പറ്റും? നമുക്ക് ഉള്ളു തുറന്ന് ഒരു സമയം പോലും ചിരിക്കാൻ പറ്റുന്നില്ല. 24 അവറിൽ ഒരു സമയം പോലും എനിക്ക് ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്റെ സെൽഫിലേക്ക് ടൈം കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എന്നെ നോക്കും, കണ്ണാടിയിൽ എന്റെ മുഖം നോക്കുമ്പോൾ തന്നെ എനിക്ക് എന്താ ബ്ലെയിം ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല്, അവരാണ് ലൈഫിൽ സത്യം പറഞ്ഞാൽ എന്ത് ലൈഫിൽ നമ്മൾക്ക് മാറ്റം കൊണ്ടുവരണം, ലൈഫിൽ എന്താണ് ലൈഫിൽ മാറ്റം കൊണ്ടുവരുത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകളാ വിജയിച്ചവര് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സത്യം പറഞ്ഞാല് സോറി, എങ്ങനെയുള്ള ആളുകളാ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് എന്താ സെൽഫിനെ അറിയാതെ ജീവിതം ജീവിച്ചു തീർക്കുന്നവരാണ് പരാജയപ്പെട്ട ആളുകൾ പെട്ടുപോകുന്നത്. കാരണം സെൽഫിനെ അറിഞ്ഞുകൊണ്ട്, സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട് ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതിലപ്പുറം നമ്മൾ ഓരോ മൊമെന്റും എൻജോയ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് എൻജോയ് ചെയ്യാൻ പറ്റാതെ ഇപ്പൊ നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അവരുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, ഇന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ന പോസ്റ്റ്, അതായത് എന്തിനൊക്കെയോ വേണ്ടി, ആർക്കോ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുന്നത്. ഇപ്പോഴും നിങ്ങൾ ഈ മെന്റൽ ഹെൽത്തിന്റെ, അല്ലെങ്കിൽ എന്താ മൈൻഡ് പവറിന്റെ ഒന്ന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മസ്റ്റ് ആയിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിന്റെ അതായത് നമ്മൾ അത് അനുഭവിക്കും, അത് സ്ട്രെസ് ആയിട്ട് അനുഭവിക്കും, ആങ്സൈറ്റി ആയിട്ട് അനുഭവിക്കും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ജോബിൽ സ്ട്രെസ് ഉണ്ടാവാം, ആങ്സൈറ്റി ഉണ്ടാവാം, നിങ്ങളെ ഹാബിറ്റ്സ്, അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് തവണ ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവാം. അതേപോലെ തന്നെ പ്രൊക്കാസ്റ്റിനേഷൻ, ഇത്തരത്തിലുള്ള ഒരുപാട് എലമെന്റ്സ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളല്ലാത്ത പാർട്ടിനെ, അതായത് നിങ്ങളിലല്ലാത്ത ഒരുപാട് പാർട്ടിനെ ഒഴിവാക്കാത്തടത്തോളം കാലം, നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഉള്ളിലുള്ള മുറിവുകളും അത് ഹീൽ ചെയ്യാത്തടത്തോളം കാലം ഇത് അവിടെ കെട്ടിക്കിടന്ന് പറഞ്ഞ പോലെ തന്നെ അതൊരു പ്രശ്നമായിട്ടാണ് നിങ്ങൾ പുറത്ത് കാണുന്നത്. നിങ്ങൾക്ക് പുറത്ത് കാണുന്നത് ചിലപ്പോൾ ഷൗട്ട് ചെയ്യുന്ന നിങ്ങളെ പേഴ്സണെയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കാണുന്നത് ഞാൻ എന്തിനും റിയാക്ട് ചെയ്തു പോവാണ്, ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് പോലും ഞാൻ ഷൗട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ എന്റെ സംസാരം ഞാൻ, ചില ആളുകൾക്ക് ഉണ്ടാവും എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, എനിക്ക് ചില ആളുകളോട് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു പണ്ട്, ഇപ്പൊ ഭയങ്കര ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് എനിക്ക് ഒന്നിനോട് ഒരു ഫീലിംഗ് ഇല്ല. ഇങ്ങനെ ഓരോ ഇഷ്യൂസ് പറഞ്ഞു വരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഉള്ളിലുള്ള വൂണ്ടുകളും മുറിവുകളും അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളും റിയലിറ്റിക്ക് കാണുമ്പോൾ ഈ ഒരു ക്യാരക്ടറിൽ ഹാബിറ്റ്സും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരിക ചെയ്യുന്നത്. അതായത് ഉള്ളിലുള്ള ആ മുറിവുകൾ അവിടെ കെട്ടിക്കിടന്ന് ഈ ഭാരം ഏറ്റിക്കൊണ്ടാണ് നമ്മൾ ജീവിതത്തിലെ നോക്കി കാണുന്നതെങ്കിൽ, നമ്മളിതിലുള്ള പുറത്തിങ്ങനെ ഓരോരോ അനുഭവങ്ങളായിട്ട് നമുക്ക് എല്ലാത്തിനോടും ഒരു നീരസം തോന്നുക, ഒന്നിലും ഫോക്കസ് കിട്ടാതിരിക്കുക, കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്നില്ല, പഠിച്ചതൊന്നും തലയിൽ കയറുന്നില്ല, ഇങ്ങനത്തെ ഓരോരോ ഇഷ്യൂസ് ആയിട്ട് വരുന്നത് നമ്മൾ ഉള്ളിലെ അത്രത്തോളം നമ്മൾ ഭാരവും മുറിവുകളും സങ്കടങ്ങളും വിഷമങ്ങളും എക്സ്പ്രസ് ചെയ്യാം. ചിലർ പറയും എനിക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ എനിക്ക് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനൊക്കെ ഒരു റീസൺ ഉണ്ടാവും, എല്ലാത്തിനും ഒരു റൂട്ട് കോസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന
ഇമോഷൻസ്, ഫീലിങ്സ്, ഇത് പുറത്ത് തരുന്ന ഒരു നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ് പുറത്ത് റിഫ്ലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഹീൽ ചെയ്ത് കഴിയാനും നമ്മളെ ജേർണി എളുപ്പമാക്കാനും നമ്മളെ ലൈഫിന്റെ ആ ഒരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് നമുക്ക് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ആയിക്കോട്ടെ, മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിക്കോട്ടെ, വിഷൻ ബോർഡ് ആയിക്കോട്ടെ, വിഷ്വലൈസേഷൻ, ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന പാർട്ട് ക്ലിയർ ആവണം. നമ്മളെ മൈൻഡിനെ ക്ലെൻസ് ചെയ്യണം, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതല്ലാത്തടത്തോളം കാലം നമ്മൾ വൂണ്ടുകളെ ഹീൽ ചെയ്യാത്തടത്തോളം കാലം നമ്മൾക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്, പക്ഷെ ഭയങ്കര സ്റ്റേജ് ഫിയർ ആണ്. ഒരാളോട് സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒരു എന്താ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവരുടെ കരിയറിന് അത് ഇമ്പോർട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അതായത് നാലാളെ മുന്നിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ എന്തോ ഒരു കാര്യം പുറകോന്ന് വലിക്കുന്നുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ ഇഷ്യൂസ്. അങ്ങനെ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ടുള്ള ഒരു കാര്യം. ആ ഒരു എലമെന്റ് വന്നിട്ടുള്ളത് നമ്മൾ ഉള്ളിലുള്ള മുറിവുകൾ കൊണ്ടോ അനുഭവങ്ങൾ കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ അത് അവിടുന്ന് മാറ്റാത്തിടത്തോളം കാലം നമ്മൾ ഔട്ട്ഡേറ്റ് ആയി പോവുകയും നമുക്ക് അതായത് അതിനേക്കാൾ കഴിവുള്ളവർ ഇപ്പൊ ഏതൊരു പൊസിഷനിക്കും ഹയർ ചെയ്യാ നമ്മൾ അവിടെ നഷ്ടപ്പോ എന്താ ഏതൊരു കാര്യം നോക്കുകയാണെങ്കിലും ഇപ്പോ ഒരു ജോബ് ഹയറിംഗ് എന്നാണെങ്കിൽ അതിൽ നമ്മളിപ്പോ ഒരു ജോബ് ഹയർ ചെയ്യേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ആളുകളെ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് അവിടെ സെലക്ട് ചെയ്യുക. അത് ഇന്നത്തെ കാലത്ത് ഈ കോമ്പറ്റീഷന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരാളെക്കാൾ ഒരാൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെയാണ് ചൂസ് ചെയ്യുക. അതുപോലെ നമുക്കുള്ള ഇൻഫ്യൂരിറ്റീസ്, നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നമ്മളെ ഇൻഫ്യൂരിറ്റീസ്, അത് നമ്മൾ ക്ലിയർ ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. നമുക്ക് ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് എത്തിപ്പെടാനുള്ള പ്രയാസം നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കുക ചെയ്യുന്നത്. കാരണം ഈ ഭാരം ഉള്ളിൽ കയറ്റി വെക്കുന്നിടത്തോളം കാലം എന്നുള്ളത്. അപ്പോ ഇത് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടും നമ്മളെ ലൈഫിന്റെ ഒരു ഫ്ലോ, ആ ജേർണി ആസ്വദിക്കാൻ വേണ്ടിയിട്ടും ഉയർച്ച താഴ്ചകളോട് കൂടി ഉള്ള ഈ ലൈഫില്, അതായത് നമ്മൾക്ക് താഴ്ച വന്നു കഴിഞ്ഞാലും അതിലും ഉയർച്ച കണ്ടെത്താൻ പറ്റുന്ന ആ ഒരു ഉറച്ച മൈൻഡ് സെറ്റും അത് ഉണ്ടെങ്കിലാണ് നമുക്ക് ലൈഫിന്റെ ഏതൊരു പാർട്ടിലും നമ്മളെന്ന യഥാർത്ഥ വേർഷനിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ലൈഫിന്റെ ഏതൊരു പാർട്ടും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക. ഏതൊരു പാർട്ടും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുക. നമ്മളെ കരിയർ, നമ്മൾ നല്ല പാരന്റ് ആവാൻ ശ്രമിക്കുന്ന ആളായിരിക്കാം, പാരന്റ്സിന്റെ ബെസ്റ്റ് മക്കളാവാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മളിൽ നിന്ന് വരുന്ന ഏതൊരു റോളും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെന്ന വേർഷൻ ക്ലിയർ ആവണ്ടേ. അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈൻഡ് ക്ലൻസിങ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സും അതിലൂടെ കടന്നു പോവുക ചെയ്യുക. അങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ചേഞ്ചസ് അല്ല ഇവിടെ, അല്ലെങ്കിൽ മോട്ടീവ് അല്ല ഇവിടെ ചെയ്യുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയാണ്. അപ്പൊ ആ ജേർണിയിലേക്ക് ഒരു കോച്ച്, ഒരു മെന്റർ എന്ന് പറഞ്ഞാല് ജസ്റ്റ് കൺസൾട്ടേഷൻ രൂപത്തിൽ നമ്മളെ കണക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഇതിന്റെ റൂട്ട് കോഴ്സ് എന്താണ്, ഇതൊന്ന് ക്ലിയർ ചെയ്യണം എനിക്ക് എന്നുള്ള നല്ല ഉദ്ദേശത്തോട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സിറ്റിങ്ങില് ആ ഒരു കോർ പോയിന്റ് എന്താണ്, അതുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് നമ്മളിൽ നിന്ന് പോകാനും ആ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസൾട്ടേഷൻ എന്ന പ്രോസസ്സ് എടുക്കുന്നത്. അതുപോലെ തന്നെ കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ നമ്മൾ ആ ജേർണിയിൽ എപ്പോഴും നമ്മളുടെ കൂടെ ഒരാളുണ്ട്, ഒരു മെന്റർ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു ജേർണി എളുപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ സിറ്റുവേഷൻസിനെയും ക്ലിയർ ചെയ്ത് നമ്മളിൽ നിന്ന് ഹീൽ ചെയ്ത് പോകേണ്ട എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്ത് നമ്മൾ എന്ന യഥാർത്ഥ സെൽഫിലേക്ക് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യും. നമ്മൾ എന്ന ഹൈ വൈബ്രേഷനിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് 24 hour ഒരാൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതാണ് സക്സസ് ആയിട്ടുള്ള ഒരാൾ. സക്സസ് ആയ ആളുകളുടെ ഉള്ളിൽ അവരാണ് ഹൈ വൈബ്രേഷനുള്ള ആളുകൾ. അവരിലേക്ക് നല്ല സാഹചര്യങ്ങളും നല്ല അനുഭവങ്ങളും നല്ല വ്യക്തികളും അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ആകർഷണ നിയമം എന്ന് പറയുന്നത്. എന്താണോ ചിന്തിക്കുന്നത് അതായിട്ട് നിങ്ങൾക്ക് മാറണം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളെ മൈൻഡിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലാണ് വീണ്ടും അതിനെ ഫീൽ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ വീണ്ടും വീണ്ടും അവസ്ഥ മോശമായിക്കൊണ്ടേയിരിക്കുക ചെയ്യുന്നത്. അതിനു പകരം ഏത് ഇതിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഈ മൊമെന്റിൽ നമുക്ക് അത്രയും മനസ്സ് വിശാലമായിക്കൊണ്ട് ആ പ്രശ്നത്തെ ഫേസ് ചെയ്യാനും ഉള്ള ഒരു മനക്കരുത്ത് നമുക്ക് വേണം. ആ ഒരു ജേർണിയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ജേർണി എന്ന് പറയുന്നത്. അതൊരു 21 days കണ്ടിന്യൂസ് നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റ് ആയിട്ട് നമുക്ക് മാറുന്നുള്ളതാ പറയാം. അപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിൽ നിന്ന് ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 21 days കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു ഹാബിറ്റ് ആയിട്ട് ഉറക്കുക ചെയ്യാം.
അതിന് പകരം മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ഒരു 21 ഡേയ്സ് കണ്ടിന്യൂ ചെയ്ത് അവിടെ നമുക്കൊരു ഒരു കൺസിസ്റ്റൻസി കിട്ടും. പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 90 ഡേയ്സ് ആ ഒരു ഫോളോ അപ്പിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് 90 ഡേയ്സ് അതിലൂടെ പോകുമ്പോഴാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത്. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും നോക്കിക്കാണുന്ന, എപ്പോഴും ഹാപ്പി ആയിരിക്കും, 24 ഹവറും ഹാപ്പി ആയിരിക്കും. അവർക്ക് എല്ലാത്തിലും നന്മ കണ്ടെത്താനും ലൈഫിന്റെ ഫ്ലോ കിട്ടിക്കൊണ്ടും ആസ്വദിച്ച് ജീവിക്കാനും അവർക്ക് പറ്റും എന്നുള്ളതാണ്. കാരണം അവര് അതിന്റെ എല്ലാത്തിന്റെയും ത്രെഡ് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ലൈഫിനെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ സെൽഫിനെ കുറിച്ച് പഠിക്കാനോ നമുക്കൊരു ഏതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ അതിന്റെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകണം, ലൈഫിന്റെയും സെൽഫിനെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ട്രാൻസ്ഫോർമേഷൻ ജേർണി അല്ലെങ്കിൽ ഒരു കോച്ചിങ് മെത്തേഡിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക. ആ എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ യഥാർത്ഥ സെൽഫിൽ നിന്ന് ഇപ്പൊ നമ്മൾ എത്രയോ വിദൂരതയിലാണെന്നുള്ളത്. അത്ര നമ്മളെ യഥാർത്ഥ ട്രൂ പൊട്ടൻഷ്യൽ നമ്മൾ അത്രയും വിദൂരതയിലാവുന്നത് കൊണ്ടാണ് നമുക്ക് ലൈഫിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രഗിളിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടും ഫീലിങ്ങും എല്ലാത്തിനോടും ഒരു ഡിറ്റാച്ച് ആയിട്ടൊക്കെ തോന്നുന്നത്. അപ്പൊ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ആ ലൈഫിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ന സെൽഫിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നമ്മളെന്ന ഹയർ സെൽഫ്, നമ്മളെന്ന ട്രൂ സെൽഫിലൂടെ നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് എപ്പോഴും അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വരുന്ന എന്ത് ഐഡിയാസും, നമ്മളിൽ നിന്ന് വരുന്ന എന്ത് പ്ലാൻസും, നമ്മളിൽ നിന്ന് വരുന്ന ഏതൊരു റോളും അത് ജസ്റ്റ് നമ്മൾ വിചാരിക്കാത്തതിനേക്കാൾ കൂടുതൽ റിസൾട്ട് അതിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ കോച്ചിങ്ങിന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോച്ചിങ് രീതിയിൽ എടുക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ രൂപത്തിൽ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോ സ്റ്റുഡൻസിനാണ്, ഇപ്പോ ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കാണെങ്കിലും കോച്ചിങ് ചെയ്ത ഒരു വ്യക്തിയും കോച്ചിങ് ചെയ്യാത്തൊരു വ്യക്തിയും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ആ ഒരു ഫ്ലോ കിട്ടി പ്രാക്ടിക്കലിൽ നമ്മൾ ലൈഫിനെ കൊണ്ടുപോകുന്ന ആ രീതി കിട്ടിക്കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അവർക്ക് ലൈഫിന്റെ ഒരു ഡിഫൈനിങ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അതല്ലാത്ത ആളുകൾക്ക് ലൈഫിന്റെ അവസ്ഥയും അത് ലൈഫിനെ നോക്കി കാണുന്നതും അതും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മള് മറ്റൊരാളിൽ കാണുന്നത് ചിലപ്പോൾ നമുക്ക് കമ്പാരിസൺ തോട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉയർച്ച കാണുമ്പോൾ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇതിനൊക്കെ ഒരു എലമെന്റ് നമ്മൾ ഉള്ളിലുണ്ടാവും. ആ എലമെന്റ് അവിടുന്ന് ക്ലിയർ ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് നമ്മളെ പോലും ആസ്വദിക്കാൻ പറ്റൂല. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. നമ്മള് നമ്മള് ഹയർ സെൽഫിൽ നല്ലോണം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതായത് നമ്മളെ ഉള്ളിൽ നല്ലോണം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത്രയും കാലം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ വേറൊരാൾ അത് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമോ നീരസോ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അപ്പോ അത് അതവിടുന്ന് ക്ലിയർ ചെയ്യാത്തടത്തോ കാലം നിങ്ങൾ ആ പറഞ്ഞ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടൂല എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹവും നമ്മളെന്ന വൈബ്രേഷനും ഒരേ നിലയിൽ എത്തുമ്പോഴാണ് നമ്മൾ ആഗ്രഹം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുക. അതായത് നമ്മളുടെ വൈബ്രേഷനും നമ്മൾ ആഗ്രഹിക്കുന്ന വൈബ്രേഷനും ഒന്നാവുമ്പോഴാണ് നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളെ അടുത്തേക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വലിയ വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഡ്രീം ഒക്കെ ബിഗ് ആണ്. പക്ഷെ അതിക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആക്കുക. നിങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ട, നിങ്ങളിൽ നിന്ന് നിങ്ങളുടേതല്ലാത്ത ഒരുപാട് വേർഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതും അഭിനയിച്ച് ജീവിക്കുന്നതും നമ്മളെ സെൽഫിനെ അറിയാതെ നമ്മൾ പുറത്ത് മോടി പിടിപ്പിച്ച് പഠിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അത് ഒഴിവാക്കി അതിനെ നമ്മൾ അൺലേൺ ചെയ്ത് അതിനെ നമ്മൾ ഹീൽ ചെയ്ത് അതിനെ ക്ലിയർ ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് എത്തിപ്പെടാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഈ വിസ്ഡംസ് കേൾക്കാൻ അവസരം ഉണ്ടായതിനും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിവ് പറഞ്ഞു തരാനും എനിക്ക് അവസരം ഉണ്ടായതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു യൂണിവേഴ്സ്. Thank you for everything.